പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് പ്രേക്ഷകൻ്റെ തീരുമാനമാണ് ഞാൻ ഏത് സിനിമയാണ് കാണേണ്ടത്, ഞാൻ ഏത് സിനിമയിലേക്കാണ് നടക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ഓരോ പ്രേക്ഷകൻ്റെയും സ്വാതന്ത്ര്യമാണ്. അയാൾക്ക് സിനിമ കണ്ട് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും അഭിപ്രായം പറയാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. വിംദാസ് എന്ന് പറഞ്ഞ ആളാണ് ഇങ്ങനൊരു ഐഡിയ എൻ്റെയൊക്കെ പറഞ്ഞത്. എനിക്ക് അപ്പോഴും അത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പോലും അറിയില്ലായിരുന്നു ഇത് ഇങ്ങനൊരു ഇത്രയും വലിയ ഒരു ഇങ്ങനെ ആൾക്കാർക്ക് ഒരുപാട് കണക്റ്റ് ആകുന്ന നല്ലൊരു ഇമോഷൻ ഉണ്ടാകുന്ന ഒരു പരിപാടിയിലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. നമ്മളുടെ കണ്ടന്റ് ഡ്രിവൺ സിനിമകളിൽ നിന്ന് നമ്മൾ കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് സ്വയം വിമർശനപരമായി നമ്മൾ പരിശോധിക്കണം. ഇനി അങ്ങനെയല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനെ പിൻവലിക്കുകയും ചെയ്യുകയാണ്. ഇനിയൊരു സിനിമയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ വാഴ 2 തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓളം അടങ്ങിയിട്ടുണ്ടെന്നും തോന്നില്ല. ഇനിയിപ്പോൾ അതിന് ബീറ്റ് ചെയ്യാനൊരു സിനിമ വരണമായിരിക്കും. ഇപ്പോൾ ഇന്നലെ ഇവിടെ സംസാരിക്കുമ്പോൾ പറയണ്ടേ, ലാൽജോ സാർ പറയണ്ടേ 200 കോടിയിലേക്ക് എത്തി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വിജയം എത്രത്തോളം എത്തി ശരിക്കും? നിങ്ങൾ കേട്ടത് മാത്രമേ ഉള്ളത്. ഇല്ല, ഇനി ഇതിലും നല്ല സിനിമകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ ഒരു കുറേ നാളുകളായിട്ട് നമ്മൾ ഈ വാഴയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു മോഹിനിയാട്ടം ശരിയാണ്, എല്ലാവരെയും രസിപ്പിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇറങ്ങിയ വലിയ വലിയ നടന്മാരുള്ള സിനിമകൾ വരെ മാറിപ്പോകുന്നിടത്താണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വലിയൊരു സ്റ്റാർസ് ഒന്നും ഇല്ലാത്തൊരു സിനിമകൾ ഇത്തരത്തിൽ ഹിറ്റായി മാറുന്നത്. അത് ചിന്തിച്ചിട്ടുണ്ടോ എന്താണ്? അപ്പോൾ ഒരു സ്റ്റാർഡമല്ല അവിടെ, പിന്നെ എന്താണ് ഈ സിനിമകൾ വിജയിക്കുന്നത്? ഒരു പ്രേക്ഷകനോടുള്ളൊരു ഇമോഷണൽ കണക്ഷനാണോ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇപ്പം സിനിമ കാണാൻ വരുന്ന ആൾക്കും ആ സിനിമയും തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കുമല്ലോ. അപ്പം എനിക്കൊരു സിനിമ ഞാൻ കണ്ടിട്ടത് എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞ് ഞാൻ എന്തായാലും ഒരു 4 പേരോടെങ്കിലും പറയുമല്ലോ, ഇങ്ങനൊരു സിനിമ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സിനിമ അത് അങ്ങനെ ഒരു ഇതിലായിരിക്കും എന്തായാലും അത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ജെൻസി പിള്ളേരുടെ സിനിമയാണ് വാഴ എന്ന് പറയുമ്പോഴും അല്ല. കാരണം ഇത് വന്ന സമയത്ത് എല്ലാവരും പറയണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. കാരണം പേരൻസുമായിട്ടുള്ള ഇമോഷണൽ സീക്വൻസ് ഉണ്ട്, സിബ്ലിങ്സുമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഒരു ജെൻസി പടമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരോട് എന്തൊരു മറുപടി ആയിരിക്കും അതിൻ്റെ സംവിധായകൻ എന്ന നിലയിൽ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. സിനിമ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. നമുക്കത് ഭയങ്കരമായിട്ട് വർക്കായെന്നുള്ള മുകളിലായിരിക്കാം നമ്മളത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എത്തിക്കുന്നത്. കാണാൻ വരുന്ന ആൾക്കാർക്ക് അതേപോലെ ഒരു ചിന്താഗതി ഉണ്ടാവുമല്ലോ. അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, എന്ത് വേണേലും ആവാം. പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ സിനിമകളും. ഓക്കെ. ഇന്നലെ ഇവിടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാറിൻ്റെ ഓർമ്മകൾ. അപ്പോൾ അതിലായിരുന്നു ലാൽജോ സാർ വന്നത്. അപ്പോൾ അദ്ദേഹം പറയുണ്ടായിരുന്നു, അതായത് ഇപ്പോഴെല്ലാം റിയലിസ്റ്റിക് സിനിമകളുടെ കാലമാണെന്നാണ് കൊട്ടിഘോഷിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ വക്താവ് ശ്രീനിവാസൻ സാറായിരുന്നു. കാരണം അതിന് ഉദാഹരണമായി പറഞ്ഞത് TP ബാലഗോപാലൻ MA. കാരണം അന്ന് ഒരു 10 വീടുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നിലൊരു TP ബാലഗോപാലൻ MA ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ റിയലിസ്റ്റിക് സിനിമകളുടെ വക്താവ് അന്നേ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു മാറ്റം വേറെ രീതിയിലായി. റിയലിസം എന്ന് പറയുന്നത് വേറൊരു രീതിയിലേക്ക് വന്നു. ഇനിയും മലയാള സിനിമ ഫ്യൂച്ചറിലേക്ക് നീണ്ടു കിടക്കുകയാണല്ലോ. ഇനിയും ഇത് റിയലിസ്റ്റിക് ആകുമ്പോൾ മലയാള സിനിമയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഇത് സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട, കോണ്ടന്റ് പറയുന്നു അല്ലേ, കൺസെപ്റ്റ് പറയുന്നു, നിങ്ങൾ അഭിനയിച്ചോളൂ എന്നുള്ള രീതിയിലേക്ക് മാറുമോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ വീണ്ടും ഞാൻ എന്നെ ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത് ചെമ്മീനിൽ നിന്ന് ഇപ്പം വാഴ 2ലേക്ക് വന്ന നമ്മുടെ സിനിമ എങ്ങനെയാണ് എമർജ് ചെയ്തതെന്നുള്ളതാണ്. ഓരോ കാലത്തും അതാത് നവതരംഗ സിനിമകൾ അല്ലെങ്കിൽ റിയലിസ്റ്റിക് സിനിമകൾ എന്ന് തോന്നുന്ന, അതായത് നമുക്ക് നാടകം എന്ന് തോന്നുന്നതാണ് നമ്മൾ അന്ന് വിമർശിച്ചുകൊണ്ടിരുന്നത്. അത് നാടകം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നാടകം അന്ന് മെയിൻ സ്ട്രീം കലാരൂപമായിരുന്നു. പക്ഷെ സിനിമയിൽ അത് വരുമ്പോൾ നാടകത്തെ സ്മരിപ്പിക്കുന്ന തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിൽ വരുമ്പോൾ അത് നാടകമായി നമ്മൾ അന്ന് ആക്ഷേപിച്ചിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ മാറിയപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു കൂടുതൽ ഷോട്ട് അഭിനയിക്കുന്ന, കൂടുതൽ ടേക്ക് എടുക്കുന്ന നടന്മാർ മോശം ആക്ടേഴ്സ് ആയിരുന്ന കാലമുണ്ട്. അത് 12 ക്ലാപ്പ് ബോർഡിൽ ടേക്ക് 12 എന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അനൗൺസ് ചെയ്യുമ്പം അതിൻ്റെ മുഴുവൻ പ്രഷറും ഉണ്ടാകുന്നത് ആ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന നടനെ സംബന്ധിച്ചിട്ടാണ്. അതായത് അത്രയും ഷോട്ടുകൾ എടുത്തു, അത്രയും നഷ്ടം പ്രൊഡ്യൂസറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ ഉള്ള ഒരു പ്രഷർ ആ കാലത്തുണ്ടായിരുന്നു. സിനിമ സാങ്കേതികമായി മാറി. ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വരുന്ന സമയത്ത് ഇപ്പം ആക്ടറായ മധുബാൽ സാറിനൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ സെഷനാണ് നമ്മുടെ സീനെങ്കിൽ ചില സംവിധായകർ ചെയ്യുന്നത് ഒരു ആംഗിൾ ക്യാമറ വെച്ചിട്ട് ഇത് മൊത്തം അഭിനയിപ്പിക്കുകയാണ് നമ്മളെ. ഞാൻ വന്നിരുന്ന് ഇവിടുന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി, അത് കഴിഞ്ഞു. അടുത്ത ക്യാമറ വേറെ ആംഗിളിൽ വെച്ചിട്ട്
വീണ്ടും അതേ സെയിം പ്ലേ ഇനാക്ട് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ക്ലോസ് ഷോട്ട് വെച്ചിട്ട് സെയിം സാധനങ്ങൾ ഇനാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഈ ഫുട്ടേജും കൊണ്ട് ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയിട്ടൊരു എഡിറ്ററിൻ്റെ മുകളിൽ കൊടുത്തിട്ട് എഡിറ്ററിനോട് സിനിമ ഉണ്ടാക്കാൻ പറയുകയാണ്. അപ്പോൾ അത് പ്രൊഫഷണൽ സെറ്റപ്പിൽ നിന്ന് മാറി വേറൊരു രംഗത്തിലേക്ക് പോവുകയാണ് സിനിമ. അപ്പോൾ അത്തരം പോക്കാണ് അപകടകരമായ പോക്ക്. അതല്ലാതെ ഈ പറഞ്ഞ ഈ നവതരംഗം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഈ റിയലിസ്റ്റിക് സിനിമകൾ എന്ന് പറയുന്നത് അത് എന്താണെന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ഈ റിയലിസ്റ്റിക് സിനിമ അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് സിനിമ എന്താണ് എന്നുള്ളത്. സിനിമ നമ്മൾ കഥ എഴുതി തിരക്കഥ എഴുതി ഒരു ടെക്നിക്കൽ സാങ്കേതികമായ ടെക്നിക്കൽ സപ്പോർട്ട് കൊണ്ട് സഹായത്തോടു കൂടി അത് നമ്മൾ സിനിമയിൽ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് സ്ക്രീൻ ചെയ്യുകയാണ്. അതൊരു ടെക്നിക്കാലിറ്റിയുടെ ഒരു അതിൽ റിയലിസം എങ്ങനെയാണ് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുകയാണ്. ഡയലോഗ് റെൻഡറിങ് ഒക്കെ വേറെ തരത്തിൽ അവർ ഇപ്പം പണ്ട് നസീർ സാർ പറഞ്ഞ പോലെ അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും നല്ല ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരാളിപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നസീർ സാർ പറഞ്ഞ പോലെ അല്ല ഇപ്പം അവർ പറയുന്നത്. ഇപ്പം അവർ മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിലെ കുട്ടികളും പറയുന്നത് അങ്ങനെയല്ല. അപ്പം സമൂഹം മാറുന്നതനുസരിച്ചിട്ട് അത് സിനിമയും സ്വാധീനിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇപ്പം ലാജു സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സാറ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മനുഷ്യനായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ. ഇപ്പോൾ അവതാർ 2 അല്ലെങ്കിൽ അവതാർ 1 കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അത് മോശം സിനിമയെന്നല്ല. അപ്പോൾ അത്തരം സിനിമകളിലെ കഥാപാത്രങ്ങളെ നമുക്ക് ചിലപ്പോൾ കുറച്ച് കാലങ്ങളായി മിസ് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലായിരിക്കും ആ ചർച്ച വന്നിട്ടുണ്ടാവുക. അപ്പം അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇഷ്ടമുള്ള വേണ്ട സിനിമകൾക്ക് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളുള്ള കണ്ടന്റുകൾ സിനിമയായി വരട്ടെ. അതല്ലാത്ത ഫിക്ഷൻ കാണാൻ താല്പര്യമുള്ളവർക്ക് ഫിക്ഷൻ സിനിമകൾ വരട്ടെ. രണ്ട് സിനിമകളും കൂടെ നമ്മളെ വ്യവസായത്തെ ചലിപ്പിക്കട്ടെ. കൂടുതൽ 200 കോടിയും 300 കോടിയൊക്കെ ആവട്ടെ എന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. സോഷ്യൽ മീഡിയ ശരിക്കും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലായിരിക്കും നോക്കണ്ടാവുക ഇതിൻ്റെ റിവ്യൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ, പെട്ടെന്ന് അത് അറിയുന്നത് കൊണ്ട്. അപ്പോൾ ഈ വാഴ 2 റിലീസ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ റെസ്പോൺസ്? ആദ്യം തന്നെ ഇത് ഒരു ഹിറ്റായി മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു അത്? ഇല്ല, ഇത് സിനിമ വർക്കാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആൾക്കാർ കാണണമെന്നൊക്കെ ആർക്കായാലും ഒരു ആഗ്രഹം തോന്നില്ല. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇങ്ങനെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം കൈകളിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന രീതിയിൽ മാത്രം സിനിമ ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ഈ എന്ന് പറയാ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് അത് വളരെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ല സിനിമകൾ കൂടുതൽ അപ്പോഴും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലല്ലേ. അപ്പം എല്ലാവർക്കും സിനിമ ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യമല്ലേ. പലർക്കും ഇപ്പം സിനിമ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ചിലരൊരു ഭാഗ്യം പോലെ, അല്ലെങ്കിൽ അവരുടെ കഴിവുള്ളവരെല്ലാവരും എത്തിപ്പെടണം എന്നില്ല, അതിനൊരു ഭാഗ്യം കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമ മേഖലയിലേക്ക് സവിൻ എത്തിപ്പെട്ടത്? എങ്ങനെയായിരുന്നു? എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു സിനിമ. സംസാരിക്കുന്നേ ഇതിങ്ങനെ മെല്ലെ ചെറിയ ചെറിയ ഉത്തരങ്ങൾ പറയാതെ ഒന്ന് പറയൂ. എങ്ങനെയാണ്? അല്ല, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു സിനിമ. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ സിനിമ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തപ്പെടുന്നതെന്നോ അല്ലെ എങ്ങനെയാണ് എത്തുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ആഗ്രഹം ഇത് തന്നെ. അത് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ടൈമിലായിരിക്കാം ചിലപ്പോൾ. അത് കൂടുതലായിട്ട് ഇങ്ങനെ നാട്ടിലൊക്കെ കുറേ നല്ല കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അവരായിരിക്കും കൂടുതൽ ആ സമയത്ത് കൂടുതൽ ഇങ്ങനെ പുറത്തുള്ള സിനിമകളൊക്കെ കണ്ട് പറയും ഇങ്ങനത്തെ സിനിമയുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുതരുമൊക്കെ, സിനിമയൊക്കെ കൊണ്ടുതരും. അങ്ങനെ ഇങ്ങനെ പുറത്തുള്ള സിനിമകളൊക്കെ അങ്ങനെയാണ് കാണാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ വീടിന് തൊട്ടടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ആളിതുപോലെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പം ആളും ഇതുപോലെ എനിക്ക് ബുക്കുകളൊക്കെ തരും, ഇങ്ങനെ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ കൊണ്ടുപോയി. അങ്ങനെയാണ് എനിക്ക് ഒരു ഇഷ്ടം തോന്നി ഇങ്ങനെ ഒരു അങ്ങനെ സിനിമ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു മൈൻഡിൽ എത്തിയത്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ നിന്നാണ്. കൂടുതൽ സിനിമകൾ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഇങ്ങനെ എത്തിയതാണ്. എങ്ങനെയൊക്കെയോ അങ്ങ് എത്തിപ്പോയി സിനിമയിലേക്ക്. അതൊരു വല്ലാത്ത എത്തലുമായി പോയല്ലേ. ഇനിയിപ്പോൾ എല്ലാവരും സവിൻ്റെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഡയറക്ടറുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും, ഓക്കെ ഇയാളുടെ സിനിമ എങ്ങനെയായിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു ഹിറ്റ് തന്നതുകൊണ്ട് അടുത്ത സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രഷറാണോ അല്ലെങ്കിൽ ഓക്കെ കോൺഫിഡൻസ് ആണോ, എന്താണ് ഇപ്പോൾ ഉള്ളത്?
അല്ല, ഇപ്പം എനിക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. പിന്നെ ഇപ്പം നമ്മൾ അടുത്തൊരു സിനിമയായിട്ട് പോകുമ്പോഴാണേലും എല്ലാ ആൾക്കാർക്കും വേണ്ടത് ഇങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള സിനിമ. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മളെ സമീപിക്കുമ്പോഴാണേലും എല്ലാം വേണ്ടത് കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമകൾ മാത്രമാണ്. അപ്പം ചിലപ്പോൾ എനിക്ക് അങ്ങനത്തെ സിനിമകളായിരിക്കില്ലായിരിക്കും ചെയ്യാൻ ആഗ്രഹമുള്ളത്. ആ, അപ്പം ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇതേപോലെ ആഘോഷിക്കുന്ന സിനിമകൾ മാത്രമേ നമ്മൾ ആൾക്കാരിലേക്ക് എത്തുന്നുള്ളൂ. അല്ലാതെയും കൾട്ട് സിനിമകളും നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അത് എല്ലാ ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അപ്പം നമ്മളിവിടെ അതിന് വേണ്ട എത്രത്തോളം അത് അങ്ങനെ ഇപ്പം എനിക്കാണ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഒരു ഡയറക്ടറായിരുന്നു ഡോൺ ബാലത്ര എന്ന് പറഞ്ഞ ഡയറക്ടർ. ആള് എനിക്ക് തോന്നിയത് അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അവരുടേതായ ഇഷ്ടത്തിൽ സിനിമകൾ ചെയ്യുന്ന, അങ്ങനെ പുതിയ സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇങ്ങനെ വേദികൾ കിട്ടുന്നതും കുറച്ചുകൂടി അങ്ങനത്തെ സിനിമകളൊക്കെ ആൾക്കാരിലേക്ക് എത്തുന്നതും ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അങ്ങനത്തെ സിനിമകൾ എത്തുന്നേ ഇല്ല. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരം ഒക്കെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. എപ്പോഴും നമ്മൾ ആഘോഷം അല്ലെ ഒരു സ്റ്റാറ് അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ ആയിരിക്കും കൂടുതൽ സിനിമകൾ. ഇപ്പം ഞാനാണേലും ഇങ്ങനൊരു സിനിമ എനിക്ക് ഞാൻ ചെയ്തു, അപ്പം ഇനി അടുത്തൊരു സിനിമ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇതിനു മുമ്പ് ഞാൻ ചിലപ്പം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സിനിമകൾ ചെയ്യണം, അങ്ങനെയൊക്കെ സിനിമകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരിക്കും ഞാൻ ഇവിടം വരെ എത്തിയത്. പക്ഷെ എപ്പോഴാണേലും ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഹിറ്റായി. അപ്പം അങ്ങനത്തെ ഫോർമാറ്റിലൂടെ തന്നെ ജീവിക്കണം, അല്ലെ അങ്ങനത്തെ ഫോർമാറ്റിലൂടെയുള്ള സിനിമകൾ മാത്രം ചെയ്യണമെന്ന് ആണ് കൂടുതൽ ആൾക്കാർ. നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആകും. അപ്പം ഞാനൊരു പുതിയ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഇങ്ങനെ വിജയം അത് മാത്രമേ ഉള്ളൂ. അല്ല എനിക്കങ്ങനെ വലിയ ഇവിടെ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തേക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. എന്നാലും ഇങ്ങനെയുള്ള സിനിമ ചെയ്യുന്ന ആൾക്കാരുടെ സിനിമകൾ കൂടുതൽ ആൾക്കാരിൽ എത്തണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് ഈ ചോദ്യം അനുരാജിനോട് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഒരു സിനിമയുടെ വിജയം ഒരു സംവിധായകന് കോൺഫിഡൻസ് ആണോ അല്ലെങ്കിൽ ഒരു പ്രഷറാണോ തരുന്നുണ്ടാവുക? വിജയം കോൺഫിഡൻസ് അല്ലേ തരുള്ളൂ എല്ലാ കാലത്തും. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വിജയം കോൺഫിഡൻസ് മാത്രമാണ്. പിന്നെ പരാജയങ്ങളും പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സിനിമയിൽ എപ്പോഴും സിനിമയിൽ നമുക്കിപ്പം പ്രവചിക്കാൻ പറ്റത്തില്ല എന്താണ് നമ്മൾ ഇപ്പം സമയം പറഞ്ഞതുപോലെ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ ചെയ്യുന്നു, അത് നമ്മളെ ടീമായിട്ട് ഇരുന്ന് കാണുന്നു, അപ്പം നമ്മളത് ആസ്വദിക്കുന്നു. അപ്പോൾ അത് തിയേറ്ററിലേക്ക് നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് നമുക്ക് പിച്ച് ചെയ്യണം. അപ്പോൾ അത് ബാക്കിയുള്ളത് പ്രേക്ഷകരുടെ ഇമ്പാക്റ്റ് വെച്ചിട്ടായിരിക്കും. ചിലപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നല്ല നല്ല അപ്രീഷിയേഷൻസ് ഉണ്ടാവും. അപ്പം ഇപ്പം എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു 3-4 സിനിമകൾ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നിശ്ചയിച്ചിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ആണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന പോക്കിൽ എന്നെ ആ കഥകളോ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലമോ അല്ല എഴുതി വന്ന രൂപമോ അതിനെ മടുപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ആ സിനിമയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ പരാജയമോ എൻ്റെ വിജയമോ എൻ്റെ മുന്നിലുള്ള സിനിമകളിൽ നിന്ന് ഞാൻ ബാക്കൗട്ട് ചെയ്യാൻ കാരണമാവുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ പറയുകയാണെങ്കിൽ 2019 എൻ്റെ ആദ്യത്തെ സിനിമ വരുന്നത്, 2025 എൻ്റെ രണ്ടാമത്തെ സിനിമ വരുന്നത്. 2019 വന്ന സിനിമ 5 ഭാഷയിൽ റീമേക്ക് ചെയ്യപ്പെട്ട സിനിമയാണ് ഇഷ്ക് എന്നുള്ള സിനിമ. അതിൻ്റെ ഇടയ്ക്ക് ആ റീമേക്കുകളിലേക്ക് സംവിധാനം ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. സാമ്പത്തികമായി അത് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്കത് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ആത്മാർത്ഥമായി ഞാൻ 2 തവണ ശ്രമിച്ചിട്ട് പോലും എന്നെ അതിലേക്ക് നയിക്കുന്നില്ല. ഞാൻ തന്നെ ഇറങ്ങിത്തിരിക്കണമല്ലോ. പക്ഷേ എനിക്കതിലൊരു മടുപ്പാണ് എനിക്ക് മാനസികമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു സിനിമ പ്ലാൻ ചെയ്തു. അത് ഞാൻ അനൗൺസ് ചെയ്ത സിനിമയാണ്, നിവിൻ പോളി നായകനായിട്ടുള്ള സിനിമയാണ്. അതിലും ചില തടസ്സങ്ങൾ വരുന്നു. അപ്പോൾ അത് ബോധപൂർവമായ ആ തടസ്സങ്ങളെ മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ട് അതിൽ. അപ്പം ഞാൻ അടുത്ത സിനിമ ആലോചിക്കുന്നു, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഞാൻ 5 വർഷം അതിൽ അധ്വാനിക്കുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിലയ്ക്ക് ഞാൻ ഇഷ്കിനേക്കാളും സ്നേഹിക്കുന്ന സിനിമ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്, നരിവേട്ടയാണ്. അത് ഞാൻ കഴിഞ്ഞ വർഷം മെയ് 17 തിയേറ്ററിൽ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ അടുത്ത സിനിമ എന്ന നിലയ്ക്കാണ്. അത് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിലേക്കുള്ള നടത്തത്തിലാണ്. അപ്പോൾ അത് ചിലപ്പം ഡിലേഡ് ആവും, ചിലപ്പോൾ നേരത്തെ നടക്കും, അതിനിടയ്ക്ക് ചിലപ്പം വേറെ സിനിമയ്ക്ക് കയറി വരും. അപ്പം മുൻപിലുള്ള പിറകിലുള്ളതിനേക്കാൾ ചലഞ്ചിങ് ആയി പ്രേക്ഷകരിലേക്ക് എന്ത് കണ്ടന്റാണ്, ഞാൻ കുറച്ചും കൂടി സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണം. നമ്മൾക്കുള്ളിൽ ഉള്ള നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ, ജാതീയമായും മതപരമായും വർണ്ണപരമായും ഒക്കെ ആൾക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലൊരു സീനെങ്കിലും എൻ്റെ സിനിമയിൽ ഉണ്ടാവണം, എല്ലാ സിനിമയിലും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ സിനിമയുടെ സാമ്പത്തിക ലാഭത്തിനൊക്കെ അപ്പുറത്ത് ഞാൻ ഈ പറയുന്ന കണ്ടന്റ് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്നു. ആ കണ്ടന്റിൻ്റെ അപകടവും അതിൻ്റെ ഗുണങ്ങളും ഞാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതിൽ പരമാവധി വരാൻ പോകുന്ന ഔട്ട്കം
സാമ്പത്തികമായി ഇത്ര പൈസയാണ് നിങ്ങൾക്ക് പരമാവധി കിട്ടുക, നഷ്ടം വന്നാൽ ഇത്ര പൈസ ആയിരിക്കും നിങ്ങൾ നഷ്ടം വരിക എന്ന എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഞാൻ 12-13 വർഷം ഞാൻ സിനിമയിൽ ജോലി ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, ചീഫ് അസോസിയേറ്റായിട്ട് വിരമിച്ചിട്ടാണ് ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. എല്ലാ സിനിമയ്ക്കും അത് വേണമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഇത്ര ദിവസം ഷൂട്ട് ചെയ്ത് ഇത്ര പൈസ ചിലവാകും, ഇത്ര തിയേറ്ററിലേക്ക് നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഓടിയാൽ ഇത്ര പൈസ ലാഭം കിട്ടും, ഓടിയില്ലെങ്കിൽ ഇത്ര പൈസ നഷ്ടം വരും എന്ന തരത്തിലാണ് ഞാൻ ഒരു പ്രൊഡ്യൂസറിനെ സമീപിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ റിസ്ക്കും ഞാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലാതെ ഇത് ഭീകരമായി ഓടുന്ന 200 കോടി അടിക്കുന്ന ഷുവർ ഷോട്ട് സിനിമ എന്നൊന്നും എൻ്റെ ഒരു സിനിമയ്ക്കും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതൊക്കെ തിയേറ്ററിൽ സംഭവിക്കേണ്ട മാജിക്കാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഞാൻ അടുത്ത സിനിമയിലേക്കുള്ള യാത്രയിൽ ഞാൻ 2 സിനിമ ചെയ്തു എന്നതിനപ്പുറത്ത് ഈ സിനിമയിൽ എനിക്ക് എന്താണ് വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുന്നുണ്ടാവുക എന്നാണ് ഞാൻ ആലോചിക്കുക. പൊതുവേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രേക്ഷകന്റെ പൾസറിഞ്ഞിട്ട് സിനിമകൾ ചെയ്യുന്നു എന്നാണ് പൊതുവെ കേൾവി. നമ്മൾക്ക് സിനിമാ മേഖല അറിയാത്തത് കൊണ്ട് നമ്മൾക്ക് ഈ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കാലിക പ്രസക്തിയുള്ള സിനിമകൾ വരുന്നുണ്ട്, അല്ലാത്ത പോലുള്ള വെറും കമേഴ്ഷ്യൽ ഇത് മാത്രമുള്ള സിനിമകളും വരുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക ലാഭം നോക്കുകയാണെങ്കിൽ ഏതൊരു പ്രൊഡ്യൂസറും ഏതായിരിക്കും ആദ്യം എടുക്കുന്നത്? അല്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സിനിമക്കാരും ആദ്യം പോകേണ്ടത് അവിടെയാണ്. എങ്ങനെയാണ് ഒരു നല്ല സിനിമ, ഓടുന്ന സിനിമ ഉണ്ടാക്കാൻ പറ്റുന്ന നിയമം, ലിഖിതമായ നിയമങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക, ആ പുസ്തകം പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഇപ്പം മെഷീൻ ഡ്രോയിങ്ങിൻ്റെ, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെഷീൻ ഡ്രോയിങ്ങിൻ്റെ പുസ്തകം ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് പിറ്റേ ദിവസം ഞാൻ സപ്ലൈ എക്സാം എഴുതി ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ആ കഴിവ് എനിക്കുണ്ട്. ആ പുസ്തകം എനിക്ക് തരുവാണെങ്കിൽ ഞാൻ വായിച്ച അടുത്ത 200 കോടി പടം ഞാൻ ഉണ്ടാക്കാം. എന്നല്ലാതെ ഇതിൽ പ്രേക്ഷകൻ്റെ പൾസ് അറിയാന്നൊക്കെ പറഞ്ഞ് വെറുതെ ചുമ്മാ പരിപാടികളാണ്. ഇപ്പം ഇന്നത്തെ പ്രേക്ഷകൻ്റെ പൾസ് അല്ല നാളത്തെ പ്രേക്ഷകൻ്റെ പൾസ്, നാളത്തെ ഷോൻ്റെ പൾസ് പോലും മാറിപ്പോവും. അപ്പം ബേസിക്കലി ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് തിയേറ്ററിൽ പോയിരുന്ന് ജനങ്ങളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുക. എല്ലാ സംവിധായകരും എല്ലാ ടെക്നീഷ്യന്മാരും പോയിരുന്ന് കാണുക. അപ്പോൾ കാണുമ്പോൾ എന്താണ് ഇവർ, എവിടെയാണ് കൈയടിക്കുന്നത്, എവിടെയാണ് ഫോൺ റിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹലോ എന്നൊക്കെ ശബ്ദം എവിടെ കേൾക്കുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ കുട്ടികൾ കരയുമ്പം തൊട്ടുമുമ്പിലുള്ള ആൾ കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോടോ സിനിമ കാണണം എന്ന് ഷൗട്ട് ചെയ്യുന്ന തരത്തിൽ സിനിമ എൻ്റർടൈൻഡ് ആവുന്ന ഒരാൾ മുന്നിലിരിക്കുകയും അത് ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ അയാളെ സ്വാധീനിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന് കരച്ചിൽ അയാളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പോയിന്റുകൾ എവിടെയാണ് ജനങ്ങൾ കണക്റ്റ് ആവുന്നത് എന്ന് ആലോചിക്കുക, അതിൽ റീവർക്ക് ചെയ്യുക. പിന്നെ ഒന്നിൽ തന്നെ ഇപ്പോൾ സിനിമയ്ക്ക് നമ്മുടെ ഇൻഡസ്ട്രിക്കല്ല, എല്ലാ ഇൻഡസ്ട്രിക്കുള്ള ഒരു റിപ്പീറ്റ്, ഇപ്പോൾ ഒരു ലജ്ജാവതിയെ പാട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ഫോർ ദ പീപ്പിൾ സിനിമ വന്നു എന്ന് പറയുമ്പോൾ 5 ഫോർ ദ പീപ്പിൾ സിനിമ വരികയാണ്. 5 സമാനമായ കുറേ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു പ്രേത സിനിമ വന്നു, പ്രേത സിനിമ വന്നാൽ പിന്നെ ഒരു 3 കൊല്ലത്തേക്ക് പിന്നെ പ്രേത സിനിമകൾ, ഹൊറർ പടങ്ങൾ തന്നെയായിരിക്കും. ഒരു ചെറിയ സോഫ്റ്റ് പോൺ കണ്ടന്റുകൾ 2000 തുടക്കത്തിൽ ചെറിയ അങ്ങനത്തെ കണ്ടന്റ് വന്ന് ഷക്കീല പടങ്ങളുടെ ഒരു ചാകരയായിരുന്നു ഇവിടെ. അവിടെയാണ് ദിലീപ് സിനിമകൾ, തമാശ സിനിമകൾ വന്ന്, ദിലീപ് സിനിമകൾ വന്ന് ചിരിപ്പിച്ച് നമ്മൾ കരയാറായി എന്ന തരത്തിലേക്ക് എത്തുമ്പോഴാണ് അവിടെ നവതരംഗ സിനിമകൾ എന്ന് പറഞ്ഞ 2010 നമ്മൾ 22FK പോലത്തെ സിനിമകൾ വന്ന് കുറച്ചും കൂടി കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമ വന്ന് അതിൻ്റെ പാരമ്യതയിലാണ് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലുള്ള വലിയ സിനിമകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് എന്ന് കൗതുകപൂർവ്വം ഇങ്ങനെ മാറി എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും ഈഗോയിസ്റ്റിക് ആണെന്ന് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പുസ്തകങ്ങളുടെ, ഇതിപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും കൂടിയാണല്ലോ. ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതുന്നു, പക്ഷേ അയാളുടെ പുസ്തകം പെട്ടിയിലിരിക്കുകയും അതിനേക്കാൾ പ്രായത്തിൽ കുറഞ്ഞ ഒരാളുടെ പുസ്തകം ഒരുപാട് വിപണികൾ കൈയടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഒരു പ്രശ്നമുണ്ടാകും. അത് ഏതൊരു മനുഷ്യനും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സിനിമാ മേഖലയിലും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിജയം കണ്ടിട്ട് ഏതെങ്കിലും അങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നന്നായി എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ അങ്ങനെ സിനിമാ മേഖലയിൽ അങ്ങനെ ഒരു ഇതുണ്ടോ, അങ്ങനെ പരസ്പരം അപ്രീഷിയേറ്റ് വിളിച്ച് അത് അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. കുറേയേറെ ഡയറക്ടേഴ്സ് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സിനിമ എങ്ങനെയാണ് കണക്റ്റ് ആയെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര സന്തോഷം തന്ന കാര്യങ്ങളായിരുന്നു. ഒരു പ്രചോദനം ഉറപ്പായിട്ടും പരസ്പരം വിളിക്കുകയും സംസാരിക്കുകയും നല്ലത് പറയുകയും തെറി പറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് സിനിമയിൽ. അത് ഒരു കൂട്ടായ്മ പോലെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇപ്പം സൻവിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിപിൻ ചേട്ടൻ്റെ ആദ്യത്തെ പടത്തിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ. ഞാനത് കണ്ടിട്ട് വിപിൻ ചേട്ടനെയാണ് വിളിച്ചത്. സൻവിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ അത്തരത്തിൽ അങ്ങോട്ട് ഇപ്പം വിപിൻ ചേട്ടൻ നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുള്ളിയുടെ രണ്ടാമത്തെ പടം അന്താക്ഷരി എന്നുള്ള സിനിമ സുരാജ് ഏട്ടൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. പക്ഷേ സുരാജേട്ടൻ ആ പടം ചെയ്യാതെ പിന്നെ സൈജു കുറുപ്പാണ് ആ പടം ചെയ്തത്. അപ്പോൾ അങ്ങനെ പരസ്പരം ഇപ്പം എനിക്കൊരു പ്രശ്നം വരുമ്പോഴും ഞാൻ എന്തെങ്കിലും സാങ്കേതികമായി എന്തെങ്കിലും ഇപ്പം വിപിൻ ചേട്ടനെ വിളിച്ച് ചിലപ്പോൾ എന്നെ സഹായിക്കും എന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി എല്ലാവർക്കും എല്ലാ കാലത്തും സൗഹൃദങ്ങളുണ്ട്. അതേപോലെ കലഹങ്ങളുണ്ട്. ഇപ്പം മറ്റെല്ലാ തൊഴിലിടങ്ങളിലും ഉള്ള പോലെ ഇപ്പോൾ ഒരു ബാങ്കിങ് മേഖലയിലുള്ള ഈഗോ സിനിമയിലുണ്ട്. ബാങ്കിങ് മേഖലയിൽ അല്ലെങ്കിൽ IT പാർക്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനുഷ്യർ കൂടുമ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും സിനിമയ്ക്കകത്തും സിനിമയുടെ ടെക്നീഷ്യന്മാരുടെ അഭിനേതാക്കൾക്കിടയിലും ഉണ്ട്. മാറ്റങ്ങൾ ഉണ്ടല്ലോ മലയാള സിനിമയിൽ. ഇപ്പോൾ പറഞ്ഞതുപോലെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ കണ്ട ഏറ്റവും വലിയൊരു മാറ്റം എന്താണ് മലയാള സിനിമയിൽ? സ്ത്രീകളുടെ പ്രാതിനിധ്യം സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, അവർക്ക് കൃത്യമായ പ്രാതിനിധ്യം. പണ്ട് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു നടിയുടെ മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ടൊരു സ്ത്രീയെ കാണുന്നതല്ലാതെ ടെക്നിക്കൽ സൈഡിൽ അങ്ങനെയൊന്നും ആരും ഉണ്ടാവാറില്ല. ഇപ്പം ടെക്നിക്കലി പെൺകുട്ടികൾ സിനിമ പഠിക്കുന്നു. ഇപ്പം സിനിമാറ്റോഗ്രാഫിയൊക്കെ സ്ത്രീകൾ നന്നായി പഠിക്കുന്നു. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സുകൾ ഉള്ള സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾ കൂടുതലുണ്ടാകുന്നു. അപ്പം എല്ലാ പെർസ്പെക്റ്റീവിലും വനിതാ സംവിധായകരുണ്ടാകുന്നു. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ മതപരമായ വശങ്ങളിലേക്ക് എടുത്തു നോക്കി നമുക്ക് എഴുതപ്പെട്ട എല്ലാ മതഗ്രന്ഥങ്ങളും ആൺകാഴ്ചയാണ്. സിനിമയിൽ പോലും ആൺകാഴ്ചകളാണ് കൂടുതലും. അപ്പോൾ സ്ത്രീകൾ സമൂഹത്തിലും സ്ത്രീകൾ ഈ കലാപരമായ മേഖലകളിലും വരുമ്പോൾ ഒരു സ്ത്രീ കാഴ്ചപ്പാടും കൂടി അതിൽ ഉണ്ടായി വരുന്നതാണ്. അതിപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അത് ഭയങ്കരമായി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ചൂഷണത്തിന് ഏറ്റവും കൂടുതൽ വിധേയപ്പെടുന്നതും സിനിമയിൽ തന്നെയാണ് എന്നുള്ളത് വാർത്തകളായി പെട്ടെന്ന് ഇപ്പോൾ ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചൂഷണം ഒരു സ്ത്രീക്ക് സംഭവിച്ചു എന്ന് പറയുമ്പോൾ വാർത്തകളിൽ ആദ്യം ഇടം പിടിക്കുന്നത് അതാണ്. എന്ന് വെച്ചാൽ സിനിമയിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സകല തൊഴിലിടങ്ങളിലും സ്ത്രീകൾ പുരുഷന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. സിനിമയാകുമ്പോൾ കുറച്ചും കൂടെ അതിനൊരു അറ്റൻഷൻ ഉണ്ട്. ഇന്ന നടി ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇന്ന സിനിമയിൽ ഇത് സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊരു അറ്റൻഷൻ ഉണ്ട്. എന്ന നിലയ്ക്കാണ് സിനിമ എപ്പോഴും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവുന്നത്. അപ്പോൾ ഈ മാറ്റത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ രംഗത്ത് കൂടുതൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നു. അതിൽ പുരുഷന്മാർ തന്നെ ഉള്ള മേഖലകളിൽ തന്നെ ഉള്ള കയ്യടികൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഭയങ്കരമായ പുരോഗമനപരമായ മാറ്റമാണ്. എവിടെയെങ്കിലും ഇനി മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സിനിമകളുടെ കണ്ടന്റിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ 90കളിലൊക്കെ ഉണ്ടായിരുന്ന ഇപ്പം അരപ്പട്ട ഗ്രാമത്തിൽ നിന്നുള്ള സിനിമ ഉണ്ടാക്കുന്നത് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ പത്മനാഭൻ സാറിൻ്റെ സിനിമയാണ്. ഇപ്പോൾ കെ ജോർജ് സാറിൻ്റെ സിനിമകൾ. അപ്പം ഇല്ലയെന്നല്ല പറയുന്നത്, കുറച്ചും കൂടി ഇപ്പം നേരത്തെ സമയം പറഞ്ഞ പോലെ അത്ര ഇപ്പം ഡോൺ പാലത്തറ പോലത്തെ സമാന്തര സിനിമകൾ എന്നുള്ള ശ്രേണിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ IFFK ഉണ്ടായ ഒരു അലിഖിത നിയമം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സിനിമകളെ IFFK പ്രദർശിപ്പിക്കേണ്ടതില്ല. അതുപോലെ സ്റ്റേറ്റ് അവാർഡിന് പോകേണ്ട സിനിമകളിൽ അവാർഡ് സിനിമകളെ പരിഗണിക്കണം. മെയിൻ സ്ട്രീം നടന്മാർക്ക് അവാർഡ് കൊടുക്കട്ടെ. അപ്പം അവാർഡ് വേദി താരനിബിഡമാവും. കുറച്ചും കൂടി ആൾക്കാർ ജനങ്ങൾ കൂടുതൽ സ്റ്റേജിലേക്ക് വരും എന്ന തരത്തിൽ ഉള്ള ആലോചനകൾ ഇതിൻ്റെ പുറകിലുള്ള അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ടെന്നാണ് ആലോചിക്കുന്നത്. സിനിമയായിട്ട് കാണും. ഇപ്പോൾ തിയേറ്ററിൽ 100 കോടി ഓടിയ സിനിമയ്ക്ക് IFFK പ്രദർശിപ്പിച്ചുകൂടാ എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരുപാട് സിനിമകളെ കഴിഞ്ഞ വർഷം താഴെപ്പുഴയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇതിൻ്റെ പിറകിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആലോചനയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സിനിമ ഒരാളോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ ആ താരത്തോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ ആ സംവിധായകനോടുള്ള വിദ്വേഷം ആ സിനിമയോട് ഉണ്ടാവരുത്. ആ സിനിമ നല്ലതാണെങ്കിൽ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളില്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കൂ. അല്ലാതെ വ്യക്തി വിദ്വേഷവും ബോഡി ഷെയ്മിങ്ങും അത്തരം സാധനങ്ങളിലേക്ക് പോകാതിരിക്കുക. ഈ പറഞ്ഞ രണ്ടും എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്, എഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിൽ ഉണ്ടായതാണ് ഈ സിനിമ. സംവിധായകൻ എന്ന തലക്ക് ആ കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു റിവേഴ്സ് ഓർഡർ ചിന്തയാണ് അത്തരം സാധനങ്ങൾ. ഇപ്പം ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഉണ്ടെന്ന് നരിവേട്ടയിൽ കണ്ട ആൾക്കാർ പറയുന്നുണ്ട്. അതെൻ്റെ ഗതികേടാണ്. ആ കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഞാൻ എടുത്ത കുറുക്ക് വഴിയാണത്.